ആലത്തൂരിലെ വിവരങ്ങളുമായി ഇപ്പോൾ ഷബീർ PM ചേരുന്നു. ഷബീർ, എങ്ങനെയാണ് ആലത്തൂരിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്? കേരളത്തിലെ ഭിന്നശേഷിക്കാരുടെ യൂത്ത് ഐക്കണായ MP പ്രണവ് ഇപ്പോൾ തൻ്റെ കന്നി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കന്നി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം നല്ല പുഞ്ചിരിയോടുകൂടിയാണ് പ്രണവ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ആദ്യ അനുഭവം? തീർച്ചയായും ഒത്തിരി സന്തോഷം, അതിനേക്കാളേറെ അഭിമാനവും. കാരണം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ തൻ്റെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുക എന്നത് പറയുന്നത് തന്നെ അത് ഒരാളുടെയും ബാധ്യതയല്ല, അത് നമ്മുടെ കടമയാണ്, നമ്മുടെ അവകാശമാണ്. ഞാനത് ചെയ്തു. പ്രണവിൻ്റെ കന്നി വോട്ടാണ്. കന്നി വോട്ടിൽ തന്നെ പാലക്കാട് ജില്ലയിലെ ഭിന്നശേഷിക്കാരുടെ യൂത്ത് ഐക്കണായി തിരഞ്ഞെടുത്തതിലും അതിയായ സന്തോഷമുണ്ട്. പാലക്കാട് ജില്ലയിലെ പ്രാവശ്യം 6000-ഓളം ഭിന്നശേഷിക്കാർ വോട്ട് ചെയ്യും, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ പ്രത്യേക വാഹന സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുത്തിയത് വളരെ സന്തോഷമേറിയ കാര്യം തന്നെയാണ്. എങ്ങനെയാണ് വോട്ട് ചെയ്തത്? കാലുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നത്. ബുദ്ധിമുട്ടൊന്നും തോന്നില്ല, കാരണം നിത്യാഭ്യാസി ആനയെടുക്കുമെന്ന് പറഞ്ഞ പോലെ എല്ലാം പ്രാക്ടീസിലൂടെ തന്നെയാണ്. സന്തോഷം. പോളിംഗ് ബൂത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു? തീർച്ചയായും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും പ്രോത്സാഹനവും സഹകരണവും എല്ലാം ഉണ്ടായിരുന്നു. താങ്ക് യു. വോട്ട് ചെയ്തതിലും അതിനുശേഷമുള്ള പ്രണവിൻ്റെ വാക്കുകളിലും കേരളത്തിലെ ഭിന്നശേഷിക്കാർക്കുള്ള വലിയ പ്രചോദനം തന്നെയാണ്. ആലത്തൂരിൽ നിന്നും ക്യാമറാമാൻ ഷനു ബാലകൃഷ്ണനോടൊപ്പം PM ഷബീർ.